റോമിംഗ് വിത്ത് റീനു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്നെ തന്നെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഐ എം റീനു. അപ്പം ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഫ്രം കോട്ടയം കാഞ്ഞിരപ്പള്ളി. ആൻഡ് അതിനുശേഷം ഞാൻ കല്യാണം കഴിഞ്ഞ് കണ്ണൂർക്ക് മാറി. ആൻഡ് ഇപ്പോൾ ഞാനുള്ളത് സ്വീഡനിലാണ്. സ്വീഡനിലെ ഹാംസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഇനി ഞാൻ ഷെയർ ചെയ്യുന്നതിൻ്റെ കുറച്ച് വീഡിയോസ്, കുറച്ച് സ്വീഡൻ വിശേഷങ്ങളും കുറച്ച് പേഴ്സണൽ വിശേഷങ്ങളൊക്കെ ആക്കി ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ കരുതുന്നത്. പിന്നെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് നെർവസ്നെസ് ഉണ്ട്. കുറേയൊക്കെ അപകടങ്ങളൊക്കെ പറ്റും. അതിന് ക്ഷമിച്ച് പുറക്കുക, നമുക്ക് ശരിയാക്കാം. കുറച്ചൊക്കെ സെറ്റായി വരുമ്പോൾ എല്ലാം റെഡിയാകുമായിരിക്കും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് കൊച്ചിയിൽ നിന്ന് ഹാംസ്റ്റർഡിലേക്ക് എത്തിയെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ മുന്നിൽ തന്നെ തുടങ്ങി. ഞങ്ങൾ കണ്ണൂരെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. ഇസായിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു യാത്ര പറയാനായിട്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര തുടങ്ങി. കൊച്ചിയിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു റൂം എടുത്തിട്ടുണ്ടൊന്ന് ഫ്രഷ് ആകാനായിട്ട്. വെളുപ്പിന് 4:45 ഫ്ലൈറ്റ്. എൻ്റെ ഫാമിലിയും അങ്ങോട്ട് വരും. അപ്പോൾ എല്ലാവരെയും കണ്ട് യാത്ര പറയാമല്ലോ എന്ന് കരുതി. ഇതായിരുന്നു ഞാൻ കയറിയപ്പോൾ ഇട്ടിരുന്ന ഔട്ട്ഫിറ്റ്. കൊച്ചിയിൽ എത്തി ഈ ഡ്രസ്സൊക്കെ മാറി ഞാൻ വേറൊരു ഔട്ട്ഫിറ്റിലേക്ക് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇതായിരുന്നു ഔട്ട്ഫിറ്റ്. പക്ഷേ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്കോ ഐലൈനറോ ഒന്നും ഇടാൻ പറ്റിയില്ല. കാരണം ഇതൊക്കെ ഇനി അവർ വാങ്ങിച്ച് വെച്ചാൽ പിന്നെ ലിക്വിഡ് ഐറ്റംസ് ആണല്ലോ, ആ സാധനം പോയില്ലേ എന്ന് കരുതി. നേരെ പിന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരെയും വിട്ടുപിരിയുന്നതിൻ്റെ സങ്കടം ഞങ്ങൾക്ക് 2 പേർക്ക് നല്ലോണം ഉണ്ടായിരുന്നു. എന്നാലും നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടല്ലേ എന്ന് കരുതി ഞങ്ങളെല്ലാവരോടും ബൈ പറഞ്ഞ് നേരെ കയറി പോവുകയാണ്. ബൈ ഫ്രം കേരള, ബൈ ഫ്രം ഇന്ത്യ എന്നൊക്കെ പറയാം. ഇരിക്കട്ടെ. എന്നിട്ട് ഗൾഫ് എയർലൈൻ്റെ ഓൺ ബോർഡിങ്ങിന് കയറി ഞങ്ങൾ സീറ്റൊക്കെ ഉറപ്പിച്ചു. സൈഡ് സീറ്റ് തന്നെ ഞാൻ ചോദിച്ച് വാങ്ങിച്ചു. അപ്പോഴത്തേക്കും ഫ്ലൈറ്റ് എത്തി. എന്നിട്ട് നേരെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഞങ്ങൾക്ക് ആദ്യം ബഹ്റൈനിലേക്കായിരുന്നു കേട്ടോ പോകേണ്ടത്. അവിടെ നിന്ന് ഗ്രീസ്, പിന്നെ കോപ്പൻഹാഗൻ. ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല മഴയായിരുന്നു. ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ലൊരു വ്യൂ കിട്ടി, നല്ലൊരു സൺറൈസ്. പോസിറ്റിവിറ്റിയൊക്കെ അങ്ങ് നിറഞ്ഞ് തുളുമ്പി. പിന്നെ ബഹ്റൈനിലെത്തി. നല്ല ലാൻഡിങ് ആയിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഒരു പച്ചപ്പ് പോലും കണ്ടില്ല. എന്തോ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയത്. എന്നിട്ട് ഞങ്ങൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ്സ് നോക്കി. ഒരു 2 മണിക്കൂർ ലേഓവറിന് ശേഷം ഗ്രീസിലേക്ക് ഓൺ ബോർഡ് ചെയ്യുകയാണിത്. നേരെ ഗ്രീസിലെ ഏതൻസിലോട്ടാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം ആ ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഇതാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്. അപ്പം അതിനകത്ത് കയറി സീറ്റൊക്കെ ഉറപ്പിച്ച ശേഷം നേരെ എത്തിയത് ഏതൻസിൻ്റെ ലാൻഡിങ് ടൈമാണ്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഏതൻസ് സീറ്റ് കാണാനായിട്ട്. അവിടെ ഞങ്ങളുടെ ലഗേജും എല്ലാം കളക്ട് ചെയ്തത്, ഞങ്ങൾ ലഗേജ് അവിടെ വെച്ച് കളക്ട് ചെയ്തില്ല, ഞങ്ങളുടെ 2 ലഗേജ് ഇറങ്ങി വരുമായിരുന്നു ചെയ്തത്. അങ്ങനെ അതിൻ്റെ കുറേ ഓട്ടം ഉണ്ടായിരുന്നു. 7 മണിക്കൂറത്തെ ലേഓവർ പടേന്നങ്ങ് അതുകൊണ്ട് നീങ്ങിപ്പോയി. അതിനുശേഷം സ്കാൻഡിനേവിയൻ എയർലൈൻസിൽ കയറി പറന്ന് ഞങ്ങൾ പോകുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ. നല്ല സ്ഥലപ്പേരല്ലേ, ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി സ്ഥലം. അങ്ങനെ ഞങ്ങൾ എത്തിയത് ഡെൻമാർക്കിൽ നിന്നാണ്. ഇനി ഞങ്ങൾക്ക് ഫ്ലൈറ്റ്സ് ഇല്ല, നേരെ ട്രെയിൻ പിടിച്ച് സ്വീഡനിലെ ഹാംസ്റ്റർഡിലേക്ക് പോകാമെന്നുള്ളതാണ്. ഞങ്ങളെ ലഗേജ് എല്ലാം ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോപ്പൻഹേഗനാണ്. ഇറങ്ങി വന്ന 2 ലഗേജ് ഞങ്ങൾ തിരിച്ച് കയറ്റി വിട്ടു. എല്ലാം ഇവിടെ വന്ന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് പേടിയായിരുന്നു. എല്ലാം കിട്ടി. പിന്നെ സമയമുള്ളത് കൊണ്ട് തന്നെ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ കയറി എങ്ങനെ ഇറങ്ങി. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പിന്നെ ചെറിയൊരു വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ 2 സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് പൊക്കിയായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടുത്തെ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് നേരെ പോയത് കോപ്പൻഹാഗനിൽ നിന്നും ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിരുന്നു. എല്ലാവരും എത്തുന്നത് ആദ്യം ഈ കോപ്പൻഹാഗനിലോട്ടാണ്. ഇവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നതാണ് നമ്മളുടെ ഒരു പ്രധാന ദൗത്യം. കണ്ടോ, ഇങ്ങനെയാണ് ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നത് കേട്ടോ. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മൾ ഹാംസ്റ്റർഡ് എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ് പോകുന്നത്. അവിടെ എത്തി അവിടുന്ന് ജസ്റ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസിലേ നമ്മുടെ അക്കോമഡേഷനിലേക്കുള്ളൂ. ഇങ്ങനെ ഹാംസ്റ്റർഡ് തപ്പിപ്പിറക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവിടുത്തെ കീബോർഡ് അത്ര സെറ്റല്ല, എല്ലാം ഒന്ന് തപ്പിപ്പിടിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഹാംസ്റ്റർഡ് ടൈപ്പ് ചെയ്ത് അതിനെ സെർച്ച് ചെയ്തപ്പോൾ ഹാംസ്റ്റർഡ് ചെയ്യുന്ന കണ്ടു.
അത് തന്നെയാണ്. ഞങ്ങൾ 2 പേരാണുള്ളത്. 2 ടിക്കറ്റ് എടുത്ത് അനദർ ടൈം എടുത്ത് 11-ാം തീയതി. ഇതെനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇച്ചായൻ പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മൾ അന്നത്തെ ടിക്കറ്റ് എടുത്താൽ ആ ഒരു ഫുൾ ഡേ ഏത് ടൈം വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാം. അങ്ങനെ 428 DKK ആണ് നമുക്കായത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് HDFCയുടെ Forex കാർഡാണ് യൂസ് ചെയ്തത് കേട്ടോ. ഭയങ്കര ഈസി ആൻഡ് കംഫർട്ടബിൾ ആയിരുന്നു. ഈ സെയിം കാർഡ് തന്നെയാണ് ഞാൻ അപ്പുറത്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും യൂസ് ചെയ്തത്. ഇത് മറിഞ്ഞു നിന്നത് ഈ ചൈന അവിടെ ആ ഒരു പാസ്വേഡ് അങ്ങോട്ട് ടൈപ്പ് ചെയ്യട്ടെ എന്ന് കരുതി ഞാൻ അങ്ങോട്ട് മറിഞ്ഞു നിന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാർഡ് എടുത്തു നോക്കിയപ്പോൾ നമ്മുടെ പേയ്മെൻറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ടിക്കറ്റ് ഇതിലെ ഇവരൊന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ റെസിപ്റ്റ് വേണമെന്ന് ചോദിച്ചു. ഇരിക്കട്ടെ ഒരു റെസിപ്റ്റ്, നമുക്കറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ട്രൈ ചെയ്യുന്നത്. അതാ താഴെ കൂടെ നമ്മുടെ ടിക്കറ്റ് എത്തി. ഇതാണ് നമുക്ക് 2 പേർക്ക് കിട്ടിയ ആ ഒരു ടിക്കറ്റ് ഫ്രം കോപ്പൻഹാഗൻ ടു ഹാംസ്റ്റർസീ. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ വളരെ കാര്യമായി പരിശോധിച്ചു. അതിന് ശേഷം അതിൻ്റെ ഒരു റെസിപ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ റെസിപ്റ്റ്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇറങ്ങി ലിഫ്റ്റ് പിടിച്ച് താഴെ അണ്ടർഗ്രൗണ്ടിലായിരുന്നു ഈ കോപ്പൻഹാഗനിലെ ട്രെയിൻ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അണ്ടർഗ്രൗണ്ടും കൊണ്ടായതുകൊണ്ടായിരിക്കാം, എനിക്കറിയാൻ മേല. പിന്നെ ഞങ്ങൾ ട്രെയിൻ വരുന്നത് നോക്കി നിന്നും ഉടനെ തന്നെ എത്തി. നേരെ ട്രെയിൻ കയറി ഹാംസ്റ്റേഡിലേക്ക് വെച്ച് പിടിച്ചു. നല്ല ഭംഗിയുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. നല്ല ട്രെയിനും നല്ല ഫെസിലിറ്റീസും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഹാംസ്റ്റഡിലെത്തി. ഞാൻ ഹാംസ്റ്റഡിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് വരെയുള്ള വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വേറെ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം റീനു.